ഹലോ എവറി വൺ. 10ാം ക്ലാസ്സുകാരുടെ ന്യൂ പാറ്റേൺ ക്വസ്റ്റ്യൻ പേപ്പറിലെ സെക്കൻഡ് സെറ്റ് ക്വസ്റ്റ്യൻസ് നോക്കാം. ആൻസർ ക്വസ്റ്റ്യൻസ് 5 to 11, 2 സ്കോർ ഈച്ച് അല്ലേ. അപ്പോൾ ഇവിടെയും നമുക്ക് എന്തില്ല, ഓപ്ഷൻസ് ഇല്ല. 5 to 11 ക്വസ്റ്റ്യൻസ് നിങ്ങളടുത്ത് ആൻസർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഓരോ 2 മാർക്ക് വെച്ചിട്ടുണ്ട്. നോക്കാം. 5th ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദി ഇല്ലുസ്ട്രേഷൻ ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻസ്. മെന്റലിന്റെ ക്രോസ് ആണ് ഈ കാണിക്കുന്നത്. ഇവിടെ നമുക്കറിയാം 2 സെറ്റ് ക്യാരക്ടേഴ്സ് ഉണ്ട്, ഹൈറ്റും ഉണ്ട്, ഷേപ്പ് ഓഫ് ദി സീഡ് ഉണ്ട്. ടോൾ ആൻഡ് റൗണ്ട് സീഡഡ് പ്ലാന്റ് വിത്ത് ഡോർഫ് ആൻഡ് റിങ്കിൾഡ് സീഡഡ് പ്ലാന്റ്. നമുക്കറിയാം ടോൾ ആണ് ഡോമിനന്റ്, റൗണ്ട് ആണ് ഡോമിനന്റ്. അതുകൊണ്ട് ടോൾ റൗണ്ട് ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ. എന്നാൽ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഡോർഫ് ആൻഡ് റിങ്കിൾഡ് സീഡ്, അപ്പൊ എന്തായിരിക്കും നേരെ ഓപ്പോസിറ്റ്? സ്മോൾ ടി ആൻഡ് സ്മോൾ ആർ. അപ്പൊ ഇതാണ് എ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? കംപ്ലീറ്റ് എ ആൻഡ് ബി. അപ്പൊ നമ്മൾ എന്ത് എഴുതിയിട്ടുണ്ട്? സ്മോൾ ടി, സ്മോൾ ആർ. ഇനി നമുക്കല്ല ഗമേറ്റ് ഫോർമേഷൻ ആണ്. നമുക്കറിയാം 2 സെറ്റ് ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ ആ 2 എണ്ണത്തിനെയും റെപ്രസെന്റ് ചെയ്യുന്ന ആൾക്കാർ ഗമേറ്റിൽ വേണം. ഇവിടെ ഹൈറ്റിനെ കാണിച്ചുകൊണ്ട് സ്മോൾ ടി ഇവിടെ ഉണ്ട്, ഷേപ്പിന് കാണിച്ചുകൊണ്ട് സ്മോൾ ആർ ഇവിടെ ഉണ്ട്. അപ്പൊ ഈ ഗമേറ്റ് ഫുൾ ആയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ ഇതിൽ നിന്ന് ഇങ്ങനെ ഉണ്ടാവുക. ഹൈറ്റിനെ കാണിച്ചുകൊണ്ട് ഒരു ക്യാപിറ്റൽ ടി ഉണ്ട്, ഷേപ്പിനെ കാണിച്ചുകൊണ്ട് ക്യാപിറ്റൽ ആർ ഉണ്ട്. ഇതാണ് ഇവിടുത്തെ ഗമേറ്റ്. നമ്മൾ ഫില്ല് ചെയ്യാണ് കംപ്ലീറ്റ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കംപ്ലീറ്റ് എ ആൻഡ് ബി. എയും ബിയും ഫില്ല് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എ നമ്മൾ എഴുതി, ബി ഇതായിരുന്നു ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ. ഇതാണ് ആ ഗമേറ്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വാട്ട് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി F1 പ്ലാന്റ്? ഈ F1 പ്ലാന്റിന്റെ പ്രത്യേകത എന്തായിരിക്കും? നമുക്ക് ഉറപ്പായിട്ട് മനസ്സിലാകും. കാരണം ക്യാപിറ്റൽ ടി ഉണ്ടെങ്കിൽ ആ പ്ലാന്റ് എന്തായിരിക്കും? ടോൾ ആയിരിക്കും. ക്യാപിറ്റൽ ടി പ്ലാന്റ് എന്തായിരിക്കും? പ്ലാന്റ് ടോൾ ആയിരിക്കും. ദെൻ റൗണ്ട് ഉണ്ടെങ്കിൽ ദ റൗണ്ട്, ടോൾ റൗണ്ട് സീഡ്, ആയിരിക്കും ഇത് കാണിക്കുക. ടോൾ റൗണ്ട് സീഡ്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ നമുക്ക് ഈ 5th ക്വസ്റ്റ്യൻ ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻസിന്റെ ആൻസേഴ്സ് നോക്കാം. ഒബ്സർവ് ദി ഇല്ലുസ്ട്രേഷൻ ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻസ്. ഇത് നമുക്കറിയാം, നമ്മുടെ ട്രാൻസ്ലേഷൻ, ട്രാൻസ്ക്രിപ്ഷൻ, mRNA, tRNA ഈ ഒരു പോർഷൻ എന്നുള്ള ചോദ്യമാണ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഈ പിക്ചർ കണ്ട് ഇനിയുള്ള എക്സാമിനൊക്കെ നിങ്ങൾ പിക്ചറും നല്ല ഡീപ്പായിട്ട് നോക്കേണ്ടതുണ്ട്. കാരണം പിക്ചേഴ്സ് ചേർത്ത് തന്നിട്ട് ഇതെന്താണ് എന്നൊക്കെ ഐഡന്റിഫൈ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് എഴുതേണ്ടി വരും. അതുകൊണ്ട് ടെക്സ്റ്റ് ബുക്കിനകത്ത് കാണുന്ന എല്ലാ ചിത്രങ്ങളും ഡീപ്പായിട്ട് എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. ഓക്കെ, ഇവിടെ ചോദിച്ച ക്വസ്റ്റ്യൻ ഐഡന്റിഫൈ ആൻഡ് നെയിം ദി RNAs X ആൻഡ് ദി Y. നോക്കാം നമുക്ക്. ഞാൻ നോക്കുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഏത് പേജിലാണല്ലോ? യെസ്, ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 18 ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 18 ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പൊ ആദ്യത്തെ എക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡബിൾ സ്ട്രാൻഡഡ് DNA നിന്ന് സിംഗിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ള RNA ഉണ്ടാവുന്നുണ്ട്. അതിന്റെ പേരാണ് mRNA. ഡബിൾ സ്ട്രാൻഡഡ് DNA നിന്ന് സിംഗിൾ സ്ട്രാൻഡഡ് mRNA ഉണ്ടാവുന്നുണ്ട്. അതിന് ഫസ്റ്റ് കാണിച്ചത് എക്സ് എന്താണ്? mRNA ആണ്. ഇനി നല്ല ഭംഗിയുള്ള 3 ലൂപ്പ് കൊടുത്ത് പിക്ചർ ഉണ്ട് അല്ലേ? ഇതെന്തായിരിക്കും? യെസ്, ദിസ് ഇസ് ചെറിയ മിസ്റ്റേക്ക് പറ്റി പോയിട്ടുണ്ട്, സോറി. ഇവിടെ ഒരുപാടെണ്ണം കൊടുത്തോണ്ടേ. ദിസ് ഇസ് റൈബോസോമൽ RNA ആണ്. RNA ആണ് കാണിച്ചിട്ടുള്ളത്. RNA ടെക്സ്റ്റ് ബുക്കിലെ പിക്ചർ ആണ് കേട്ടോ, ശ്രദ്ധിക്കണം. ഞാൻ പെട്ടെന്ന് മാറിപ്പോയതാണ്. RNA പേജ് നമ്പർ 18 ഉണ്ട്. RNA. സോ ഇത് RNA. ഒരുപാട് ലൂപ്പ് എല്ലാം വെച്ച് കൊടുത്തിട്ടുള്ള ഈ ഒരു പിക്ചർ നമുക്കറിയാം. ഇത് ട്രാൻസ്ഫർ RNA, tRNA. റൈറ്റ് വൺ ഫംഗ്ഷൻ ഓഫ് X ആൻഡ് വൺ ഓഫ് Y. നമുക്കറിയാം എക്സിന്റെ ഫംഗ്ഷൻ എന്താ? RNA. നമുക്കറിയാം ഈ ഒരു ബോണ്ടൊക്കെ അമിനോ ആസിഡ്സ് തമ്മിലുള്ള ബോണ്ട് എല്ലാം ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന റൈബോസോമിലെ ഒരു കോമ്പണന്റ് ആണ് നമ്മുടെ RNA. ദി പ്രൈമറി കോമ്പണന്റ് ഓഫ് ദി റൈബോസോം helps in the formation of bond between amino acids. So helps in the
formation of bond between amino acids. Okay, then TRNA ഫംഗ്ഷൻ ആണ്. TRNA നമുക്കറിയാം ആ ഒരു റൈബോസോമിലേക്ക് അമിനോ ആസിഡ്സിനെ എത്തിക്കുന്നത് എന്താണ്? TRNA ആണ്. ട്രാൻസ്ഫർ അമിനോ ആസിഡ്സ് into the ribosome. ഓക്കെ, ഇതാണ് നമ്മുടെ TRNAയുടെ ഫംഗ്ഷൻ, ട്രാൻസ്ഫർ അമിനോ ആസിഡ്സ് ഇൻടു ദി റൈബോസോം. ഓക്കെ, ഇനി ഈ ഒരു ചോദ്യം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ന്യൂറോണിന്റെ ഭാഗത്ത് നിന്നുള്ള ചോദ്യം കേട്ടോ. ന്യൂറോണിന്റെ ജനറേഷൻ ഓഫ് ഇമ്പൾസസ് എന്ന ഭാഗത്തുള്ള ക്വസ്റ്റ്യൻ ആണിത്. അപ്പൊ നമുക്കറിയാം, an electric charge on each side of the plasma membrane of a nerve cell is illustrated below. ഒരു ഇലക്ട്രിക് ചാർജ്, അതായത് ഒരു പ്ലാസ്മ മെംബ്രെയിൻ്റെ പുറമേയുള്ള ഇലക്ട്രിക് ചാർജിന്റെ ഡിസ്ട്രിബ്യൂഷൻ കാണിച്ചിട്ടുണ്ട്. പുറമെ പോസിറ്റീവും ഉള്ളിൽ നെഗറ്റീവും. അനലൈസ് ഇറ്റ് ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻസ് നോക്കാം നമുക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ചേഞ്ചസ് ഒക്കർ ഇൻ ദിസ് സ്റ്റേറ്റ് വെൻ സ്റ്റിമുലേറ്റഡ്. നമുക്കറിയാം, ഒരു സ്റ്റിമുലസ് വരുമ്പോൾ പ്ലാസ്മ മെംബ്രെയിൻ്റെ, ന്യൂറോണിന്റെ, നെർവ് സെല്ലിന്റെ ഒക്കെ മെംബ്രെയിന്റെ പുറം ഭാഗത്ത് പോസിറ്റീവും ഉൾഭാഗത്ത് നെഗറ്റീവാണ്. സോഡിയം പൊട്ടാസ്യം അയോൺസിന്റെ ഒക്കെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഭാഗം ഉണ്ടാകുന്ന പ്രത്യേകത. അപ്പൊ ഇവിടെ ഒരു സ്റ്റിമുലസ് വന്നു കഴിയുമ്പോൾ അവിടെ ചാർജുകൾ എന്ത് ചെയ്യും? റിവേഴ്സ് ചെയ്യും. അതായത് ഉള്ളില് നെഗറ്റീവും പുറത്ത് പോസിറ്റീവ് ആയിരിക്കും. സോ വെൻ വാട്ട് ചേഞ്ചസ് ഒക്കർ ഇൻ ദിസ് സ്റ്റേറ്റ് വെൻ സ്റ്റിമുലേറ്റഡ്, അതായത് സ്റ്റിമുലസ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? ചാർജ് get reversed, outer side become negative charge and inner side become positive charge. Okay, ഇതാണ് ഒരു വ്യത്യാസം. How does this change result in the transmission of impulse? അതായത് ഈ ഒരു ചേഞ്ച് എങ്ങനെയാണ് ഇമ്പൾസിന്റെ ട്രാൻസ്മിഷന് സഹായിക്കുന്നു? അതായത് നമുക്കറിയാം, ഒരു മൊമെന്ററി ചാർജ് ഡിഫറൻസ് ആണ്, അതായത് വളരെ നൈമിഷികമായിട്ടുള്ള ഒരു ചാർജ് ഡിഫറൻസ് ഉണ്ടാവുക. അത് എന്ത് ചെയ്യുന്നു? ഇപ്പൊ ഇവിടെയാണ് ഒരു ഇമ്പൾസ് സ്റ്റിമുലസ് വന്നത്, ഇവിടെ ഒരു ചേഞ്ച് വന്നു വിചാരിക്കാം. അപ്പൊ എന്ത് ചെയ്യുന്നു? തൊട്ടടുത്ത ആൾ എന്ത് ചെയ്യുന്നു? സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. തൊട്ടടുത്ത ആൾ എന്ത് ചെയ്യുന്നു? സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഈ ഒരു സ്റ്റിമുലസിന്റെ ഈ ഒരു ഇത് ഇങ്ങനെ എന്ത് ചെയ്യുന്നു? ത്രൂ ഔട്ട് ദി ന്യൂറോൺ ഉടനീളം എന്ത് ചെയ്യുന്നു? വ്യാപിക്കുന്നു. momentarily charge difference stimulates the adjacent part. തൊട്ടടുത്ത ഭാഗത്തെ എന്ത് ചെയ്യുന്നു? സ്റ്റിമുലേറ്റ് ചെയ്യിക്കുന്നു, adjacent part, and continue എന്ത് ചെയ്യുന്നു? കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. കാരണം എന്താണോ അവിടെ ചേഞ്ച് ഉണ്ടായത്, ആ ചേഞ്ച് തൊട്ടടുത്ത ഭാഗത്തെയും ആ ഒരു ചേഞ്ചിന് ഉണ്ടാവാൻ കാരണമാകുന്നുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ 6th ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡൈവേഴ്സിറ്റി ഇൻ ദി ബീക്സ് ഓഫ് ദി ഫിഞ്ചസ് ഓൺ ദി ഗാലപ്പഗോസ് ഐലൻഡ് ഹെൽപ്ഡ് ദം സർവൈവ്. അതായത് ഡാർവിന്റെ ഗാലപ്പഗോസ് ഐലൻഡിലെ അവിടെ കണ്ട ഫിഞ്ചസുകളുടെ ഒക്കെ ബീക്സ് എല്ലാം ഡിഫറെന്റ് ആയിരുന്നു, ആ ഡൈവേഴ്സ്ഡ് ആയിരുന്നു. അത് അവരുടെ സർവൈവലിന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എക്സ്പ്ലെയിൻ ദിസ് യൂസിങ് ദി ഇൻഡിക്കേറ്റേഴ്സ് ഗിവൺ ബിലോ. താഴെ കൊടുത്ത ഇൻഡിക്കേറ്റേഴ്സിനെ വെച്ചുകൊണ്ട് ആ ഒരു സ്റ്റേറ്റ്മെന്റിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ ഇൻഡിക്കേറ്റേഴ്സ് ഉള്ളത്? ദ റീസൺ ഫോർ ദി ഡൈവേഴ്സിറ്റി ഇൻ ദി ബീക്സ് ഓഫ് ഫിഞ്ചസ്. എന്താണ് ഈ ഒരു ബീക്കുകൾ, കൊക്കുകളുടെ കുരുവികളുടെ കൊക്കിൽ വന്ന മാറ്റത്തിന്റെ കാരണം എന്താണ്? യെസ്, ഇറ്റ് ഈസ് ഡ്യൂ ടു ദി അഡാപ്റ്റീവ് റേഡിയേഷൻ ആൻഡ് ദി നാച്ചുറൽ സെലക്ഷൻ. അവിടെ മെയിനായിട്ട് അഡാപ്റ്റീവ് റേഡിയേഷൻ ആണ് ആ ഒരു ഡിഫറൻസ് ഉണ്ടാവാനുള്ള കാരണം അവർക്ക് എന്താണോ ഫുഡ് കിട്ടിയത്, ആ ഫുഡിനെ ബേസ് ചെയ്തുകൊണ്ട് ഉള്ളൊരു അവർക്ക് കിട്ടിയ ഫുഡ് ഉണ്ട്, ആ ഫുഡിനെ ബേസ് ചെയ്തുകൊണ്ട്
ആ ഫുഡ് കഴിക്കാൻ വേണ്ടി അവർ ബീക്ക് എന്ത് ചെയ്ത് മോഡിഫൈ ചെയ്തത്. ദർ ബീക്സ് ഗെറ്റ് മോഡിഫൈഡ് ബേസ്ഡ് ഓൺ ദി ഫുഡ് ദാറ്റ് ദേ ഗെറ്റ് അല്ലെ. അവർക്ക് എന്താണോ ഫുഡ് കിട്ടിയത്, അപ്പോൾ ചിലപ്പോൾ ഇൻസെക്ടിവോറസ് ആയിട്ടുള്ള ഫിഞ്ചുകൾ ഉണ്ടായിരിക്കും, ഗ്രൗണ്ട് ഫിഞ്ചുകളുണ്ട്, ട്രീ ഫിഞ്ചുകളുണ്ട്, കാക്ടസ് ഈറ്റിംഗ് ഫിഞ്ചുകളുണ്ട്, പല തരത്തിൽ ഫിഞ്ചുകളുണ്ട് അല്ലെ. അപ്പൊ ആ ഏത് തരത്തിലുള്ള ഭക്ഷണമാണ് അവർക്ക് കിട്ടിയത്, ഭക്ഷണത്തിനെ അടിസ്ഥാനമാക്കി ഭക്ഷണത്തിന് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് അവരുടെ ഫിഞ്ചിൽ എന്ന മോഡിഫിക്കേഷൻ ഉള്ളത്. ഓക്കെ, വാട്ട് അബൌട്ട് ദി സർവൈവൽ ആൻഡ് ദെയർ റീപ്രൊഡക്ഷൻ. നമുക്കറിയാം ആ ഒരു ഡൈവേഴ്സിറ്റി ഇൻ ദി ബീക്സ്, ആ ബീക്കിലും ഡൈവേഴ്സിറ്റി ആണ് ഗാലപ്പഗോസ് ഐലൻഡിലെ ആ കുരുവികളെയൊക്കെ സർവൈവ് ചെയ്യാൻ സഹായിച്ചത്. കാരണം ദേ അഡാപ്റ്റ് ടു ഡിഫറെന്റ് ഫുഡ് സോഴ്സസ്. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ഡിഫറെന്റ് ഫുഡ് സോഴ്സുകൾക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആൻഡ് ദെർബൈ എൻഹാൻസ് ദ സർവൈവൽ. അപ്പൊ കിട്ടിയ ഫുഡ് വെച്ച് അവരെന്ത് ചെയ്യുന്നു, ഫുഡ് കഴിച്ച് അവർ സർവൈവ് ചെയ്തു. ആ സർവൈവലിന്റെ ഭാഗമായിട്ട് അവിടെ നിലനിന്ന ആൾക്കാരെ പരസ്പരം റീപ്രൊഡ്യൂസ് ചെയ്തിട്ട് റീപ്രൊഡക്ഷനും സഹായിച്ചിട്ടുണ്ട്. സോ അവരെ സർവൈവലിന്റെ മെയിൻ റീസൺ ആ ഒരു ഫിഞ്ചിൽ വന്ന ബീക്കിൽ വന്ന മോഡിഫിക്കേഷൻ ആണ്. ബീക്കില് മോഡിഫിക്കേഷൻ വരാനുള്ള കാരണം അവരവിടെ കിട്ടിയ ഭക്ഷണത്തിനനുസരിച്ച് ബീക്കിൽ മോഡിഫിക്കേഷൻ വരുത്തി ജീവിച്ചു എന്നുള്ളതാണ്.